അവയർനെസ് ഈ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം മനസ്സിനെ അറിയുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ടൊരു അവയർനെസ് നമ്മളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ അറിയണം, നമ്മളുടെ വികാരങ്ങളെ നമ്മൾ അറിയണം, നമ്മളൊരു ഇമോഷനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ അറിയണം, നമ്മൾ എന്ത് പ്രശ്നമാണ് നമ്മളെ അലട്ടുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അറിയണം. ഈ തിരിച്ചറിവുകൾ മാത്രമാണ് നമുക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ അത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ എടുക്കണം എന്ന് പോലും നമുക്ക് അറിയാതെയാവും. അപ്പോൾ ആദ്യമായിട്ട് ആലോചിക്കേണ്ടത് എന്താ? സ്വയം തിരിച്ചറിയുക എന്നുള്ളൊരു ഫാക്ടർ, അതായത് സെൽഫ് അവയർനെസ്. മനസ്സിലായോ? നമ്മൾ പേഴ്സണലി നമ്മളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് എന്താ? സെൽഫായിട്ട് നമ്മളെ പറ്റി അവെയർ ചെയ്യുക. ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവരും സ്വയം ഒന്നൊരു സെക്കൻഡ് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തിലാണ് ഹാപ്പി ആവുക, അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടിയാലാണ് ഞാൻ ഹാപ്പി ആവുക, അല്ലെങ്കിൽ എനിക്ക് എന്ത് വരുമ്പോഴാണ് ഞാൻ വിഷമം ഉണ്ടാവുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കണം. അടുത്തത് എന്താ? നമ്മൾ സെൽഫായിട്ട് ചിന്തിച്ചു, നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു. അടുത്തത് നമ്മളുടെ വിഷമം ഇതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ചിന്തിക്കേണ്ടത് ആ ഒരു വിഷയത്തെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. ആ ചിന്താഗതി, നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നെഗറ്റിവിറ്റീനെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയെ മാറ്റിക്കൊണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഒരു വിഷമം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിലെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനെ നമുക്ക് തിരുത്താനായിട്ട് എന്ത് വേണം? പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് വേണം. ഈ പോസിറ്റിവിറ്റീനെ നമ്മൾ എങ്ങനെ കൊണ്ടുവരാം? നമ്മളുടെ തോട്ട് പ്രോസസ്സിലൂടെ മാത്രം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ തോട്ട് പ്രോസസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്കിപ്പോ ഒരു പരീക്ഷയിൽ നമ്മൾ തോറ്റുപോയി, നമ്മൾ എന്താ ചെയ്യുക? പോസിറ്റീവായിട്ട് അതിനെ കാണുന്നത് എങ്ങനെയാ? നമ്മൾ അടുത്ത പ്രാവശ്യം നല്ലപോലെ പഠിച്ച് മാർക്ക് വാങ്ങിക്കുമെന്ന് നമ്മൾ സ്വയം പ്രതിജ്ഞയെടുത്ത് അതിനുവേണ്ടി ട്രൈ ചെയ്യും. എന്തുകൊണ്ടാണ് മാർക്ക് നമുക്ക് കുറഞ്ഞതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ആ ചിന്തിക്കുന്നിടത്ത് നിന്ന് നമുക്ക് അതിന്റെ സൊല്യൂഷൻ, ഇപ്പൊ ഒരു പരീക്ഷയിൽ തോറ്റുപോയി, ഒരു ട്രെയിനിങ് ആണോ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് ഒരു ടീച്ചറുടെ അണ്ടറിൽ നമ്മൾ സ്ഥിരമായി ട്യൂഷന് പോകണം, നമ്മൾ കുട്ടികളിലെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതുപോലെ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മളുടെ ത്രൂ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യങ്ങളോട് കൂടി തന്നെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ട ഒരു കാര്യം. അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയാണ്. നമ്മളുടെ മനസ്സിൽ വരുന്ന ഒരു സമ്മർദ്ദത്തിനെ നമ്മൾ ഏത് ലെവൽ വരെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊരു ബോധപൂർവമായിട്ട് നമ്മളത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എന്തുണ്ടാവും? ഒരുപാട് വിഷമത്തിലേക്ക് ആ പ്രതിസന്ധി, ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഒരു പരീക്ഷയിൽ തോറ്റുപോയൊരു കുഞ്ഞിനെ നമ്മൾ കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കുട്ടിയെ പിന്നീട് ചിലപ്പോൾ ആ ഒരു ഇമോഷനിന്നോ അല്ലെങ്കിൽ ആ ഒരു ഫെയിലറിന്നോ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കാതെയാവും. അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ സമ്മർദ്ദങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ എടുത്തു, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ആ ഒരു ശീലത്തെ നമ്മൾ എടുത്തു, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു. പിന്നീട് നമുക്ക് വരുന്നത് ഇത് ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റുക? ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ ആർക്കെങ്കിലും ഒന്ന് ഓഡിയോ ഓൺ ആക്കാനായിട്ട് പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, ആരുമില്ല, റെഡി ഇല്ല. അപ്പോ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ ആ ഒരു ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, ഏതൊരു മെന്റാലിറ്റിയിലാണോ നിൽക്കുന്നത്,
അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ പ്രശ്നങ്ങളിലാണോ നിൽക്കുന്നത് ആ പ്രശ്നങ്ങൾക്ക് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി കാണുന്നതിന്റെ കൂടെ അത് ആ ഒരു വിഷയം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ നമുക്കൊരു സ്ട്രെസ് ഇഷ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ഏജിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് കുറെ സ്ട്രെസ്സുകൾ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ മെന്റലി ഇപ്പൊ തലവേദന അല്ലെങ്കിൽ ബോഡിയുടെ ഒരുപാട് ഇത് നമുക്ക് ചെസ്റ്റിൽ കൺജഷൻ ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാവും. അങ്ങനെയുള്ളതിന് സാധാരണയായിട്ട് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തെറാപ്പികൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് യോഗ എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ യോഗ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാണായാമം അല്ലെങ്കിൽ സൂര്യ നമസ്കാരം, ഇതെല്ലാം നമ്മളെ ഒരുപാട് പോസിറ്റീവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് ആണ്. ആയുർവേദത്തിൽ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻസിനോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ നമുക്ക് സ്വയമായിട്ടൊരു കോൺസെൻട്രേഷൻ നമുക്ക് നമ്മളിലേക്ക് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു സമ്മർദ്ദം, നമ്മളുടെ ആ പ്രശ്നത്തിലേക്കുള്ള ഒരു സമ്മർദ്ദം നമ്മളുടെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിലേക്ക് ഒരു കോൺസെൻട്രേഷനും പോസിറ്റീവായിട്ട് അതിനെ തിരുത്താനും നമ്മളെ അത് സഹായിക്കും. അടുത്തൊരു കാര്യം എന്താ, നമുക്ക് സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാൻ പറഞ്ഞു. ഈ സന്തോഷമായിരിക്കാനായിട്ട് അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ നമ്മളുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ്, നമ്മളുടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മളുടെ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കുക. മനസ്സിലായ? നമ്മളുടെ എല്ലാ വൾഗാരിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചില ദുശീലങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചില വാശികൾ ഉണ്ടാവാം, ചില ദേഷ്യങ്ങൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ട്, ശരിയാണ്. അത് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിലുണ്ടാവും. പക്ഷെ ഈ കാര്യങ്ങളെ എല്ലാം നമ്മൾ സ്വയം അംഗീകരിക്കണം. ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് സ്വയം നമ്മൾ ആദ്യം അംഗീകരിച്ച് ആ പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കി ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ആദ്യം സ്നേഹിക്കുന്നിടത്തു നിന്ന് മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമ്മളെ സ്നേഹിക്കാനും നമ്മളുടെ മനസ്സിനെ ഹാപ്പി ആക്കി നിർത്താനും നമുക്ക് സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെ തന്നെ സ്നേഹിക്കാതെ അയക്കാൻ, നമ്മളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പേഴ്സണലി ലവ് ചെയ്യാത്ത ഒരാൾക്കും വേറൊരു വ്യക്തിയെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്ക് നമ്മൾ തന്നെ ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ള ഒരാളെ നമ്മളെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കില്ല. അപ്പോ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ഒരു 4-5 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? നമ്മൾ ആദ്യം സെൽഫായിട്ട് ഒരു അവയർനെസ് എടുക്കുക. നമുക്ക് എന്താണ് ഇഷ്യൂ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ സ്വയം ഒരു അവയർനെസ് നമ്മൾ എടുത്ത് നമ്മൾ അതിലേക്ക് അടുത്ത എന്താ സെൽഫ് അവയർനെസ് കഴിഞ്ഞ് നമ്മളൊരു തിരിച്ചറിവ് നമ്മൾ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് ആ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളുടെ സമ്മർദ്ദങ്ങളെ എന്തൊക്കെയാണ് സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക. അതായത് അടുത്തതായിട്ട് സെൽഫായിട്ട് ലവ് ചെയ്യുക. നമ്മൾ സെൽഫ് ഒരു ലവ് നമ്മളിലേക്ക് ഉണ്ടാവണം. ആ ഒരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അടുത്തതാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മൾ മാനസികമായിട്ട് എത്ര ഹാപ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് വേണ്ട ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം തന്നെ ആയുർവാണി പോലെയുള്ള പരിപാടികൾ നമ്മൾ എല്ലാവർക്കുമായിട്ട് നൽകുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഒരു സോഷ്യലിയുള്ള എല്ലാവരും, സമൂഹത്തിലെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ, ചിന്തകളിലൂടെയും ആരോഗ്യത്തിലൂടെയും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്കിലുള്ള ക്ലാസ്സുകൾ, ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. കൃത്യസമയത്ത് ഉണരുക, കൃത്യസമയത്ത് ഉറങ്ങുക, അതുപോലെ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ടൊരു മിനിമൽ ഇതിൽ ഡെയിലി എക്സസൈസുകൾ ചെയ്യുക, നല്ല പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മളെ സെൽഫായിട്ട് ലവ് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നമുക്ക് നമ്മുടെ മെന്റൽ ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിലെല്ലാം വിട്ട് നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് നമ്മളുടെ വികാരങ്ങളെ അല്ലെങ്കിൽ ഇമോഷൻസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമ്മളുടെ ഇമോഷനുകളെ അംഗീകരിക്കുക എന്നുള്ളൊരു ഫാക്ടർ കൂടെ നമ്മൾ ചിന്തിക്കണം.
മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളുടെ എംബാരസ് യുവർ ഇമോഷൻ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ വികാരങ്ങളെ അംഗീകരിക്കുക. വികാരങ്ങളെ നമ്മൾ എങ്ങനെ അംഗീകരിക്കുക? നമുക്ക് ദേഷ്യമാണിപ്പോ എന്നുള്ളത് നമ്മൾ ആദ്യം അംഗീകരിക്കണം. മനസ്സിലായി? അല്ലെങ്കിൽ എനിക്കിപ്പോ വിഷമമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം അംഗീകരിച്ച് ആൽ മാത്രമാണ് നമുക്കതിനൊരു സൊല്യൂഷൻ തേടാൻ പോലും നമ്മളുടെ ബ്രെയിൻ പറയുള്ളൂ. അതേസമയം നമ്മളിപ്പോ ഒരു ദേഷ്യത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിനെ സപ്രസ് ചെയ്ത് അതിനെ ഉള്ളിലേക്ക് ഒതുക്കി അല്ലെങ്കിൽ ചിന്തയിലേക്ക് ഒതുക്കി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതൊരു ദിവസം പൊട്ടിത്തെറിക്കും. അതാണ് ഉണ്ടാവുക. അതേസമയം എന്റെ ചിന്ത അല്ലെങ്കിൽ എനിക്കിപ്പോ എന്റെ മനസ്സിലുള്ളത് ഒരു വിഷമമാണ്, അല്ലെങ്കിൽ ഒരു ദേഷ്യമാണ്, അല്ലെങ്കിൽ എനിക്കൊരു വാശിയാണുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മളുടെ വികാരങ്ങളെ അംഗീകരിക്കുക. അത് എന്ത് ഇമോഷനും ആയിക്കോട്ടെ, ആരോടുള്ള ഒരു ഇമോഷൻ ആയിക്കോട്ടെ, എന്തുവാണെങ്കിലും നമ്മളുടെ മനസ്സിനോട് നമ്മൾ ആദ്യം നമ്മളുടെ വികാരങ്ങളെ അംഗീകരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഈ വികാരങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ആദ്യം സ്വയം ചിന്തിക്കണം. ഈ വികാരങ്ങൾ, അതായത് ഇപ്പൊ ദേഷ്യം എന്തുകൊണ്ടാണ് എനിക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ സ്വയം ഇരുന്ന് ചിന്തിക്കണം. അത് സ്വയം ഇരുന്ന് ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് കിട്ടുള്ളൂ. എനിക്കിപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, നമ്മൾ വെറുതെ ഇരുന്ന് നമ്മളിങ്ങനെ പറയും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്തിനൊക്കെ ദേഷ്യം വരുന്നേ, അതെന്തിനാണെന്നറിയില്ല. അതല്ല വേണ്ടേ. നമുക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ദേഷ്യം എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ദേഷ്യം വരുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തി അതിനെ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ നമ്മളെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്കൊരു വ്യക്തിയോടുള്ള ദേഷ്യമാണ് നമ്മളുടെ പല പ്രവൃത്തികളും. ഇപ്പോ സാധാരണയായിട്ട് ഇപ്പൊ ഒരു മെനോപോസൽ ഏജിൽ ഉള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു ആർത്തവം വിരാമഘട്ടത്തിലുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരുപാട് ഹോർമോണൽ ഇംബാലൻസുകൾ കാരണം, അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന വലിയൊരു മാറ്റമാണ് അല്ലെ. അത്രയും കാലം ആർത്തവം ഉണ്ടായിരുന്ന ഒരു സ്റ്റേജിൽ നിന്ന് മാറി ആർത്തവ വിരാമത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് അവർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാതും അവരുടെ ഇമോഷൻസിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിലുള്ള ഒരു വ്യക്തിയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് ശരീരത്തിൽ ഇങ്ങനെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്, ആ മാറ്റത്തെ ഞാൻ അംഗീകരിക്കണം. മനസ്സിലായോ? എനിക്കിങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നമ്മൾ സ്വയം റിയലൈസ് ചെയ്യണം. റിയലൈസ് ചെയ്യാത്തൊരു ഘട്ടത്തിൽ മാത്രമേ ഒരു തെറാപ്പിസ്റ്റിന്റെയോ ഒരു കൗൺസിലറുടെയോ ഒരു ഡോക്ടറുടെയോ സഹായം ആവശ്യം വരുന്നുള്ളൂ. അതേസമയം നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ് ഈ ഒരു ഘട്ടത്തെ എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കമ്പാഷനേറ്റ് ചെയ്ത് നമുക്ക് അതിനോട് സംസാരിക്കണം. വളരെ ഒരു മൃദുവായിട്ട് ആ ഒരു വികാരത്തെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാർട്ട്ണറോട്, നമ്മളുടെ കുട്ടികളോട് അതിനെപ്പറ്റി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കും. അതേസമയം നമ്മൾ അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് എന്തോ സംഭവിക്കുന്ന വലിയൊരു സംഭവമാണെന്ന് മാത്രം നമ്മൾ വിചാരിച്ച് നമ്മൾ അതിലേക്ക് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷൻ ഒരിക്കലും എന്താ പറയാ ഓവർകം ചെയ്തു വരാനായിട്ട് നമുക്കാർക്കും സാധിക്കില്ല. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിവ് ഇൻ പ്രസന്റ്. നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രസന്റ്ലി ജീവിക്കുന്നത് എവിടെയാണെന്നുള്ളതും ആ പ്രസന്റ്ലി ജീവിക്കുന്നിടത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതും. മനസ്സിലായ? നമ്മൾ ഒരു സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത്, ആ സിറ്റുവേഷനെ എങ്ങനെ നേരിടണം, ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പ്രസന്റബിൾ ആവണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിലാണ്, അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിലാണ്, അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിലാണ്, ആ ഒരു ലിവ് ഇൻ പ്രസന്റ് എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഇത്ര ആയിരിക്കുന്ന ഒരു അവസ്ഥയെ ഉൾക്കൊണ്ട് പെരുമാറുക എന്നുള്ളൊരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടവേള എടുക്കുക എന്നൊക്കെ നമ്മൾ പറയും. കാരണം ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്ഡ് ജോബൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. നമ്മളൊരു ഒരു നിശ്ചിത കാലം പണിയെടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്ക് നമുക്ക് നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഡ്യൂറേഷനിലേക്ക് നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒന്ന് റിയലൈസ് ചെയ്യാനും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടെത്താനും
അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു കാര്യം നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു കാര്യമാണ് ലെറ്റ് ഇറ്റ് ഗോ. അല്ലെങ്കിൽ നമ്മൾ കുറേ ട്രൈ ചെയ്തൊരു കാര്യം റൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു കാര്യങ്ങളല്ലാതെ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാറ്ററാണ് ആ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ, അതിന്റെ വഴിക്ക് വിടാനായിട്ടും നമ്മൾ പഠിക്കണം. മനസ്സിലായോ? കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതെങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ആവാന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റുകൾ മുതലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് സെൽഫ് അവയർനെസ്സോട് കൂടി നമ്മൾ അതിനെ ഗ്രഹിച്ചു, പോസിറ്റീവായിട്ട് അതിനെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, നമ്മളുടെ കഴിവിന്റെ പരമാവധി അതിന്റെ സമ്മർദ്ദം കുറച്ച് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു, ചിരിയോടെ അതിനെ നേരിടാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇതിനോടുള്ള ഇമോഷൻ ഇതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു. എന്നിട്ടും അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ല, അത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ അതിന്റെ വഴിക്ക് പോട്ടെ, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യമല്ല, അതിനെ നമ്മൾ അതിന്റെ പ്രൊഫഷണൽസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ഘട്ടമാണ് മനസ്സിന്റെ സംഭാഷണങ്ങളെ മാറ്റി എഴുതുക. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ്, നമ്മളുടെ നെഗറ്റിവിറ്റികൾ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് സെൽഫ് ടോക്ക് ചെയ്യുക. നമ്മളുടെ സ്വയം സംസാരിച്ച് നമ്മളെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നീട് അതായത് നമ്മളൊരു സാധനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ നമ്മൾ തോറ്റു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്ത വരുന്നുണ്ട്, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാൻ എപ്പോഴും തോൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ നിർത്താതെ എന്നെ കൊണ്ട് ഇത് സാധിക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് ഇങ്ങനെ മാറ്റിയെടുത്താൽ എനിക്കിത് ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് നമുക്കിതിനെ മാറ്റാനായിട്ട്, നമ്മളുടെ നെഗറ്റിവിറ്റീനെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിനോട് കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് നമ്മളുടെ ആ ഒരു നെഗറ്റിവിറ്റീനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ, നമ്മളുടെ മനസ്സിൽ വരുന്ന ഏതൊരു പ്രശ്നത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്ന തോട്ടുകളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിലുള്ള ബിലീഫുകൾ അല്ലെങ്കിൽ ആശയങ്ങളെ നമ്മൾ തന്നെ ഒന്ന് ചോദ്യം ചെയ്യണം. നമ്മളുടെ ചിന്തകളെല്ലാം ശരിയാണോ, അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളെല്ലാം ശരിയാണോ, ഈ ഒരു വിഷയത്തിനോട് ഞാൻ ഹാൻഡിൽ ചെയ്ത എല്ലാ മാർഗങ്ങളും ശരിയാണോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം. അല്ലാത്ത പക്ഷം എന്തുണ്ടാവും, നമ്മൾ എന്താ വിചാരിക്കുക, ഞാൻ ചെയ്തത് മുഴുവൻ ശരിയാ, ഞാൻ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്, ഞാൻ ചിന്തിച്ചത് ശരിയാണ്, ഞാനിത് അറ്റൻഡ് ചെയ്തത് ശരിയാണ്, ഞാൻ ചെയ്ത റൂട്ട് ശരിയാണ് എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാണ്ട് ഞാൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി ശരിയാണോ എന്ന് സ്വയം ചിന്തിച്ച് അതിനെ ഒരു പോസിറ്റീവായിട്ടുള്ള മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് പല പ്രശ്നങ്ങളെയും ഹെൽത്തി ആയിട്ട് നേരിടാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്തൊരു ഘട്ടമാണ് നമുക്ക് എങ്ങനെ ചില പ്രശ്നങ്ങളെ തടഞ്ഞെടുക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ തടഞ്ഞു നിർത്താം എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമ്മളെ മനസ്സിനെ തളർത്തുന്ന പ്രശ്നങ്ങൾ വരാതെ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു അവസാനത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അതെങ്ങനെയാ? നമുക്ക് ആദ്യത്തെ ഒരു കാര്യം, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ, തെറ്റായ ഒരു കാര്യമാണെന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ, അത് ചെയ്താൽ ശരിയാവില്ല എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്, അത് ചെയ്താൽ ഇനി ഒരു വ്യക്തിക്ക് അത് വിപത്താവും എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ, മറ്റുള്ളവരെ അത് ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ നോ പറയാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മളുടെ ഫാമിലിയെ അത് ബാധിക്കും, നമ്മളുടെ മനസ്സിനെ അത് ബാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? നോ പറയാനായിട്ട്, ആ ഒരു സാഹചര്യത്തിൽ നോ പറയാനായിട്ട് നമ്മൾ പഠിക്കണം. അടുത്തൊരു ഇതാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിൽ ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാനുള്ളത്. നമ്മൾ നല്ല വ്യക്തികളായിട്ടുള്ള റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുക, നല്ല സാഹചര്യങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിലേക്കായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ കീപ്പ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പ്രവണതകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി പെടുത്താതെ നമ്മൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് നെഗറ്റിവിറ്റികളിൽ നിന്ന് നമുക്ക്
ഒരു മോചനം കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സ്വകാര്യമായിട്ടൊരു ഇടം കണ്ടെത്തുക. നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ചിന്തിക്കാനും നമുക്ക് പീസ്ഫുൾ ആയിട്ട് നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് നമ്മളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സ്വയം വിലയിരുത്താനായിട്ട് ഒരു സ്പേസ് നമ്മൾ സ്വയം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ ഈ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ഘട്ടത്തിൽ ഇത് നമ്മളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് നമുക്ക് സ്വയം ബോധ്യമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് നമ്മൾ ചിന്തിക്കുന്നിടത്തോ നമ്മൾ പ്രവർത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തോ ഈ പ്രശ്നങ്ങളെ എനിക്ക് തളച്ചിടാനായിട്ട് സാധിക്കില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കൗൺസിലറുടെ സഹായം തേടാനായിട്ട് നമ്മൾ മടിക്കരുത്. മനസ്സിന് മരുന്ന് നമ്മൾ തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മളെ കൊണ്ട് നിർദ്ദേശിക്കാൻ പറ്റാത്ത നമ്മളെ സ്വയം, ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മൾ സ്വയം സ്നേഹിക്കണം നമ്മളെന്ന് പറഞ്ഞു. അത് എന്തൊരർത്ഥത്തിലാണ് പറഞ്ഞത്? നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? നമ്മളുടെ ആരോഗ്യ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കും, നമ്മൾ അനലൈസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ മനസ്സിനൊരു മുറിവേറ്റു അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു വിഷമത്തെ നമ്മളിലേക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഉണ്ടായ സിറ്റുവേഷൻ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണത്. ഒരു കൗൺസിലറുടെയോ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടി മരുന്നുകൾ ആവശ്യമുള്ള ഘട്ടമാണെങ്കിൽ അതിന് മരുന്ന് കുറിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ തെറാപ്പികൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെറാപ്പി നേടാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ തെറാപ്പി എടുക്കാനായിട്ട് നമുക്ക് പറ്റണം. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു മെന്റൽ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളുടെ ഒരു എല്ലാവിധ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനും നമുക്ക് സാധിക്കുള്ളൂ. എല്ലാവർക്കും വീഡിയോ ശരിക്കും വിസിബിൾ അല്ലേ? അതെ ഡോക്ടർ. ഞാനൊരു നമ്മൾ നോർമലി നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ വരുമ്പോൾ പേഷ്യൻസ് ഭയങ്കര സ്ട്രെസ്ഡ് ആയി വരുന്ന ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് JPMR ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പേഷ്യൻസിന് ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് സ്വയം അവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് പെട്ടെന്ന് നമ്മളുടെ ഇമോഷനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കരയാൻ ശ്രമിച്ചിട്ട് കരയാൻ പറ്റുന്നില്ല, ദേഷ്യപ്പെടാൻ ശ്രമിച്ചിട്ട് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മളുടെ ബോഡി മസിൽസിനെ റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ സാധിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ ബോഡി മസിൽസിനെ റിലീസ് ചെയ്യാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്കിത് ഇരുന്നുകൊണ്ട് ചെയ്യാം, കിടന്നുകൊണ്ടും ചെയ്യാം, ഏത് പൊസിഷൻ ആയാലും നമുക്കിത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ബോഡിയിലെ എല്ലാ മസിൽസിനെയും നമ്മളൊന്ന് വലിച്ചു മുറുക്കി റിലാക്സ് ചെയ്ത് വിടുക. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളുടെ ഹെഡ് മുതൽ കാൽപാദം വരെയുള്ള മസിൽസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ഇതിലൊരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ മുകളിൽ നിന്ന് താഴേക്കല്ല റിലീസ് ചെയ്യുക, താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ റിലീസ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളുടെ ബ്രെയിനിനെ ഒരു കാമായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് നിർത്തി തിരിച്ച് അവേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉണർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ്. ഇതൊരു റിലാക്സേഷൻ ടെക്നിക്ക് മാത്രമാണ്. നമുക്ക് ഒരുപാട് സ്ട്രെസ് വരുന്നുണ്ടെന്ന് തോന്നുന്ന ഒരു സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ് ഇത്. അപ്പൊ അതില് ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലെഗ് റിലാക്സ് ചെയ്യാനുള്ളതാണ്. അപ്പൊ എനിക്ക് കാലിന്റെ ഭാഗം കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ളത് പൊസിഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ നമ്മളുടെ കാല് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലിന്റെ പാദം ഈ ഭാഗം പാദമായിട്ട് ഡോക്ടറെ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണിക്കുന്നത് ഓക്കെ. നമ്മുടെ ഇതിപ്പോ നമ്മുടെ കാലാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ കിടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും, ഇപ്പൊ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പാദം എങ്ങനെയായിരിക്കും, അല്ല കിടക്കുകയാണെങ്കിൽ ഇത് അപ്ലിഫ്റ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിനെ ഫുള്ളി ഇവിടേക്ക് സ്ട്രെച്ച് ചെയ്യാം. എന്നിട്ടൊരു 10 കൗണ്ട് വരെ നമ്മൾ മനസ്സിൽ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 കൗണ്ട് ചെയ്ത് ഇതിനെ റിലീസ് ചെയ്യാം. ഓപ്പോസിറ്റ് നമ്മൾ വീണ്ടും സ്ട്രെച്ച് ചെയ്യുക. 10 കൗണ്ട്സ്. പറഞ്ഞോളൂ ഡോക്ടറെ. എന്താ ഡോക്ടറെ? ബലം കൊടുത്ത്
ചെയ്യണോ അതോ സ്വന്തമായിട്ട് അതെ അതെ അതെ, നമുക്ക് എത്രത്തോളം നമുക്ക് നോർമലി ഇതിപ്പോ കാലാണെങ്കിൽ ഈ ഭാഗം നമ്മളുടെ കാലിന്റെ മുട്ടിന്റെ അടിയിലെ മസിൽസ് ആണെന്ന് കരുതുക. അപ്പൊ മസിൽസ് ഇങ്ങനെ സ്ട്രെച്ച് ആവുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു വലിച്ചിൽ വരും. ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു പെയിനോട് കൂടിയിട്ടുള്ള വലിച്ചിൽ വരും. ആ വലിച്ചിൽ നമുക്ക് വരണം. നമ്മള് കൈ കൊണ്ട് വെച്ച് കൊടുക്കണോ അത് സ്വന്തമായിട്ട് കാലുകൊണ്ട്, അതായത് ഇപ്പൊ ഇത് കാലാണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ ചെയ്യണ്ട, നമ്മളിങ്ങനെ ഇത് കാലാണെന്ന് വിചാരിക്കുക, ഫുള്ള് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക, റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സ്ട്രെച്ച് ചെയ്യുക, റിലീസ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മളുടെ കാലിന്റെ മുട്ട് മുതൽ പാദം വരെയുള്ള മസിൽസിന് നല്ലൊരു വലിച്ചിലും അതേപോലെ തന്നെ റിലീസിങ്ങും ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മളുടെ മുട്ട് വരെയുള്ള കാര്യങ്ങൾ മസിൽസിലേക്ക് നമ്മളുടെ ബ്ലഡ് പ്രഷർ എത്തി, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എത്തി, ആ കണ്ടീഷൻസിലേക്ക് നമ്മുടെ ബോഡി എത്തി. അടുത്തത് മുട്ടിന്റെ മുകളിലേക്ക് ഈ ഭാഗം നമ്മുടെ മുട്ടാണെങ്കിൽ മുട്ട് നമുക്ക് എത്രത്തോളം ക്ലോസ് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് മടക്കാൻ പറ്റുമോ അത്രയും ക്ലോസ് ചെയ്ത് മടക്കിയിട്ട് അതേപോലെ തന്നെ നിവർത്തുക. അതായത് നല്ല ടൈറ്റ് ആയിട്ട് മടക്കുക. നമുക്ക് മാക്സിമം എത്രത്തോളം മുട്ടിനെ മടക്കാൻ പറ്റുമോ അത്രത്തോളം മുട്ടിനെ മടക്കിയിട്ട് റിലീസ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ഒരു അരക്കെട്ട് വരെയുള്ള മസിൽസിനെ അത് വളരെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് റിലീസ് ചെയ്യും. ഓക്കെ. അടുത്തത് നമ്മളുടെ വയറ് ഭാഗമാണ്. വയറിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് നോർമലി നമ്മളുടെ നോർമൽ ആക്ഷൻ എങ്ങനെയാ? ഉള്ളിലേക്ക് ബ്രീത്ത്, നമ്മളുടെ അബ്ഡമനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം ആദ്യം. ഇത് സാധാരണ നമ്മൾ ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ നോർമൽ ആക്ഷൻ വരിക. പക്ഷെ ഇത് നമ്മൾ അകത്തേക്ക് ശ്വാസത്തെ എടുത്ത് അബ്ഡമനെ ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ അടിവയറ്റിലും മുകൾ വയറിലുമായിട്ട് ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യണം. ഇത് നമ്മൾ ദീർഘമായിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. അതേപോലെ അത്രയും ഫോഴ്സിൽ എല്ലാ വയറിലെ എയറും ഞാൻ പുറത്തേക്ക് കളയാന്നുള്ള ഫീലോട് കൂടിയിട്ട് ആ ബ്രീത്തിനെ മുഴുവൻ പുറത്തേക്ക് കളയാം. എടുക്കുക, ഫുൾ പ്രഷർ കൊടുത്ത് നമ്മൾ ഇടുമ്പോൾ നമ്മളുടെ ആ ഉള്ളിൽ നമുക്ക് ആക്ച്വലി നമ്മളുടെ മസിൽസ് ഡിഫൈൻ ചെയ്തിട്ട് പെയിൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു കണ്ടീഷൻ എന്താന്നുള്ളത്. ഫീൽ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ചെയ്ത് നോക്കിയോ? പിന്നെ അടുത്തത് നമ്മളുടെ ചെസ്റ്റ് മസിൽസ് ആണ്. ചെസ്റ്റ് മസിൽസ് നമുക്ക് എങ്ങനെയാണ് റിലീസ് ചെയ്യാൻ പറ്റുക? നമുക്ക് എത്രത്തോളം ചെസ്റ്റിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ അത്രത്തോളം ബാക്കിലേക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ചെസ്റ്റ് മസിലിനെ നമുക്ക് എത്രത്തോളം ബാക്കിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മളത് കിടന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ സാധനം ഓപ്പോസിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേ മസിൽസിനെ ഇത്രത്തോളം നമുക്ക് ഉള്ളിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്ന് അതേപോലെ തന്നെ അതിനെ റിലീസ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മളുടെ ഈ ലിംബ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ശരീരത്തിന്റെ അത്രയും ഭാഗത്തെ മസിൽസിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തു, റിലീസ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കൈപ്പത്തി, അടുത്തതാണ് നമ്മളുടെ കൈകളിലെ മസിൽസ്. ഇതിനെ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ കൈപ്പത്തിയിലെ മസിൽസിനെയാണ് റിലീസ് ചെയ്യേണ്ടത്. അതിനെ ആദ്യം ടൈറ്റ് ചെയ്യുക. എങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്യുക? നമുക്ക് എത്രത്തോളം മുറുക്കി നമുക്ക് മുഷ്ടി പിടിക്കാൻ പറ്റുമോ അത്രത്തോളം മുറുക്കി നമ്മൾ മുഷ്ടി പിടിക്കുക. ഓക്കെ. ഒരു 10 കൗണ്ട് നമ്മൾ ഇതെടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഈ 10 കൗണ്ട് കഴിഞ്ഞ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മസിൽസിന് ഒരു എനർജി പാസ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. ഇല്ലേ? ആരെങ്കിലും ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഒരു തംസപ്പ് തന്നാൽ മനസ്സിലാവും. അടുത്തതാണ് നേരത്തെ നമ്മൾ കാലിൽ ചെയ്ത പോലെ തന്നെ നമ്മളുടെ കൈയിന്റെ മസിൽസിനെ നമുക്ക് എത്രത്തോളം ഇതിലേക്ക് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ഉള്ളിലേക്ക് മടക്കി പിടിക്കാൻ പറ്റുമോ അത്രത്തോളം മടക്കി പിടിച്ച് ഇതേപോലെ തന്നെ 1 2 3 4 5 6 7 8 9 10 നമ്മൾ കൗണ്ട് എടുക്കുക, റിലീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അടുത്തതാണ് നമ്മുടെ ചീക്ക് മസിൽസും നമ്മളുടെ ഹെഡിലെ മസിൽസും. ഇതിനെങ്ങനെയാണ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുക? നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ചീക്സിനെ എയർ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. നമുക്ക് എത്രത്തോളം എയർ നമ്മുടെ വായയിൽ കൊള്ളുവോ അത്രത്തോളം എയർ നമ്മൾ ഫില്ല് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ 10 കൗണ്ട്സ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം
നമ്മൾ എന്ത് ചെയ്യണം? ഈ എയറിനെ പതുക്കെ റിലീസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫില്ല് ചെയ്തതിന് അപ്പൊ നമുക്ക് ഈ ഭാഗത്തെ മസിൽസ് ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് റിലീസ് ചെയ്തൊരു ഫീൽ വരും. നെക്സ്റ്റ് ആണ് നമ്മളുടെ ഫോർഹെഡ് മസിൽസ്. അതിനെങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുക? ഫോർഹെഡ് മസിൽസിനെ ഈ ഫുൾ പിരികം നമ്മൾ മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ കൺസ്ട്രിക്റ്റഡ് ആവും. അത് കഴിഞ്ഞ് അതൊരു 10 കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ റിലീസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരുപാട് സ്ട്രെസ് ആവുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഭയങ്കര നമുക്ക് ഒരു കാര്യത്തെ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു ഫീലൊക്കെ വരുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ് ഇപ്പൊ പറഞ്ഞത്. ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പ്രശ്നത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം മാത്രം നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഒരു അഫർമേഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു ഉപദേശം പോലെയോ നമുക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു നല്ലൊരു സൊല്യൂഷൻ കിട്ടാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഇതെല്ലാവർക്കും നമുക്ക് സ്വന്തമായിട്ട് നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു തെറാപ്പി പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിഷമാവുന്ന ഒരു സമയത്ത് നമുക്കൊരു റിലാക്സേഷൻ ടെക്നിക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചെറിയൊരു എക്സസൈസ് ആണ്. അത് വെച്ചിട്ട് നമ്മളുടെ എല്ലാ മനസ്സിന്റെ വിഷമങ്ങളും ഇതുകൊണ്ട് മാറുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ പെട്ടെന്നൊരു കൺസൾട്ടന്റിന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വെപ്രാളം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് മൂഡിലുള്ള ആളുകൾ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് വെപ്രാളം വരില്ലേ, നമുക്കൊരു പ്രശ്നത്തെ എങ്ങനെ നേരിടണം, ഇതൊക്കെ നമുക്ക് ശരിക്കും ആക്ച്വലി ഒരു ചെയറിൽ ഇരുന്നാൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. നമുക്കൊരു കുറച്ചു നേരം മാറി ഇരുന്ന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാക്സിമം എടുക്കുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പൊ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആൻസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു വെപ്രാളത്തിന് അല്ലെങ്കിൽ ഒരു ഭയത്തിന് നമുക്ക് ഒരു ഭയങ്കരമായി, ഇപ്പൊ നമ്മൾ നോർമലി കുട്ടികൾക്ക് പബ്ലിക് സ്പീക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു സ്ട്രെങ്തൻ ടെക്നിക്കായിട്ട് നമ്മളിതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആണ്, അവരുടെ ബോഡി ഒന്ന് ടൈറ്റൻ ചെയ്ത് റിലാക്സ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു തെറാപ്പി പോലെ നമ്മൾ ക്ലിനിക്കിൽ വരുന്നവരെയും നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് അത് കൃത്യമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് അത് ഗ്രഹിക്കാനും ഈ ഒരു കാര്യം അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും സ്വയം മനസ്സിലാക്കുക, സ്വയം സ്നേഹിക്കുക, സ്വയം പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യാൻ പഠിക്കുക, നമ്മളുടെ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ നേരിടണമെന്ന് ഒരു ഉത്ബോധത്തോട് കൂടിയിട്ട് അതിനെ കണ്ട് അതിനൊരു പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുക. ഇനി ഇതെല്ലാം നിങ്ങളെ കൊണ്ട് അസാധ്യമാണെങ്കിൽ ഇതിനെ ടെക്നിക്കലി ഇതിനെപ്പറ്റി പഠിച്ച അല്ലെങ്കിൽ ഇതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സഹായം തേടുക. കൃത്യസമയത്ത് ഇതിനൊരു പരിഹാരം നേടുക. അല്ലെങ്കിൽ ഇന്നാവട്ടെ നാളെ ആവട്ടെ മാറ്റി വെക്കാതെ സ്വയം നമുക്ക് നമ്മളുടെ ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു ഡോക്ടറെ. വളരെ ഭംഗിയായിട്ട് മാനസിക ആരോഗ്യത്തെ കുറിച്ചും അതുപോലെ നമ്മുടെ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഡോക്ടർ പറഞ്ഞു.